എങ്ങനെയാണ് വെബ് കോർണക്സസിലെ പഠന രീതി? പഠന രീതി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് കൂടുതലും നമ്മൾ പ്രാക്ടിക്കൽ എക്സസൈസ് ചെയ്യും. ഏകദേശം ഒരു 70-75% പ്രാക്ടിക്കലായിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് കുറച്ച് നമ്മൾ തിയറി ഭാഗങ്ങൾ കുറച്ച് ക്ലാസ് എടുത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് അവിടെ ഇരുത്തിട്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എക്സസൈസ് ചെയ്യിക്കും അവരുടെ മെഷീനിൽ. അപ്പോൾ അവർക്ക് ഈ നമ്മൾ കൊടുക്കുന്ന തിയറി അത് കറക്റ്റായിട്ട് മനസ്സിലാവും, അതിൻ്റെ യൂസേജ് മനസ്സിലാവും. അല്ല, യൂസേജ് മനസ്സിലാവാതെ ഒരു തിയറി പഠിച്ചുകൊണ്ടും ഒരു കാര്യം ഡെവലപ്പേഴ്സിനെന്നല്ല ഏതൊരാൾക്കും ഉപകാരത്തിൽപ്പെടില്ല. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഡെവലപ്പേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇവർക്ക് ഇത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ക്ലാസ്സിലിരുന്ന് തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടാണ് ഇവിടെ നമ്മൾ വിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ്. ഒരു 30% അല്ലെങ്കിൽ 20% നമ്മൾ തിയറി കൊടുക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അതും പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ബാക്കി ഇവരെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ഇവിടെ എക്സസൈസ് ചെയ്യിച്ചിട്ടാണ് ഇവർ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് നമുക്ക് അവർക്ക് തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. അവരുടെ മെഷീനിൽ അത് കറക്റ്റായിട്ട് അതിന് ഒരു ചെറിയ ചെറിയ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ എക്സസൈസായിട്ട് ചെയ്യാനും കഴിയും.